2019 മാർച്ച് 2-നാണ് സഹകരണ മേഖലയിലായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇന്നിപ്പോൾ 6 വർഷം പിന്നിട്ടു. സ്വന്തം നിലയിൽ ഒരു MRI സ്കാൻ മെഷീൻ വാങ്ങിവെക്കാൻ പോലും നമ്മുടെ സർക്കാരിന് ഇതുവരെയും ആയിട്ടില്ല. ഇപ്പം ബുക്ക് ചെയ്താലേ നേരത്തെ ബുക്ക് ചെയ്യുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജാണ്, പക്ഷേ MRI സ്കാൻ ചെയ്യാൻ അധിക തുക നൽകണം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MRI സ്കാനിംഗ് നടത്തിപ്പിനുള്ള കരാർ സ്വകാര്യ കമ്പനിക്കാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. സർക്കാർ സ്വന്തം നിലയിൽ MRI സ്കാനിംഗ് മെഷീൻ സ്ഥാപിക്കാത്തതുമൂലം കൂടുതൽ പണം നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ രോഗികൾക്കാണ്. അത്യാധുനിക സജ്ജീകരണമുള്ള CT സ്കാൻ മെഷീനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് നശിപ്പിച്ചു കളഞ്ഞവർ സ്വയം ഇല്ലാതാക്കി സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുക, അതാണ് ഉദ്ദേശം. ആരോഗ്യ ഇൻഷുറൻസ് തുകയും വൈകിയതോടെ രോഗികളും ദുരിതത്തിലായി. സാധാരണക്കാരെ രോഗികൾ, കാസർഗോഡ്, കണ്ണൂർ, വയനാട് വരുന്ന രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പാവപ്പെട്ട രോഗികൾ. ആശുപത്രി വികസന ഫണ്ടിൽ നിന്നും 13 കോടി രൂപ MRI സ്കാനിംഗ് മെഷീൻ വാങ്ങാനായി അനുവദിച്ചിട്ടുണ്ടെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. എന്നാൽ എപ്പോൾ വാങ്ങുമെന്നോ എപ്പോൾ മെഷീൻ എത്തുമെന്നോ ഒരു വ്യക്തതയുമില്ല. സാധാരണക്കാരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ. എന്നാൽ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ സർക്കാരിന് പാവപ്പെട്ട രോഗികളോടല്ല ജാഗ്രതയും കരുതലും, അത് സ്വകാര്യ സ്ഥാപനങ്ങളോടാണ്. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാഴയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.